അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കൺസോളിഡേഷൻ ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വരെ നമ്മൾ എന്താ പറഞ്ഞത്, കോൺക്രീറ്റിൻ്റെ മിക്സ്ചറും അത് മിക്സ് ചെയ്യുന്ന രീതി, അതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ പ്ലേസിങ്, നമ്മളത് എങ്ങനെ എടുക്കുന്നു, അത് ഇടുന്ന സ്ഥലമൊക്കെ നനച്ചിരിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇനി പറയണത് എന്താണ്, കൺസോളിഡേഷൻ ഓഫ് കോൺക്രീറ്റ് ആണ്. എന്താണ് കൺസോളിഡേഷൻ ഓഫ് കോൺക്രീറ്റ്? കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താ പറയുക, ഒന്നിച്ച് ചേർക്കുക അല്ലെങ്കിൽ ഏകീകരിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു ഒന്നിച്ച് ചേർക്കുക അല്ലെങ്കിൽ ഒരു ചേർച്ച ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കോൺക്രീറ്റ് ഘടകങ്ങളും റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ടാക്കാനായി അതിലെ വായു അറകൾ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതുണ്ട്. 10% വായു അറകളുടെ സാന്നിധ്യം കോൺക്രീറ്റിൻ്റെ ബലം പകുതിയായി കുറയ്ക്കുന്നു. കൈകൾ കൊണ്ടോ വൈബ്രേറ്റർ ഉപയോഗിച്ചോ കോൺക്രീറ്റിനെ വായു അറകളും മറ്റു ദ്വാരങ്ങളും ഇല്ലാത്ത തരത്തിൽ ബലപ്പെടുത്താം. ഈ ഒരു കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺക്രീറ്റിൻ്റെ ബലക്കുറവ് വരുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൽ വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിലെ ജലം ബാഷ്പീകരണം ചെയ്യുമ്പോൾ അവിടെ ബബിൾസ് രൂപപ്പെടും. ആ ബബിൾസ് എന്തായി മാറും, ഒരു ഹോളായിട്ട് രൂപപ്പെടും. അപ്പോൾ നമുക്ക് ഇത് കോൺക്രീറ്റിൻ്റെ ഫുള്ളായിട്ട് അത് ഫില്ല് ചെയ്തിട്ട് കിടക്കില്ല. ഈ ബബിൾസ് വന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഹോള് പോലെ അതിങ്ങനെ രൂപപ്പെട്ട് കിടക്കും. അപ്പോൾ അത് അങ്ങനെ രൂപപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺക്രീറ്റിന് ബലക്കുറവ് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ സെയിം കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വായു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി, ബബിൾസ് രൂപപ്പെടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി, ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതിങ്ങനെ മിക്സ് ചെയ്തൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ അത് തട്ടും അല്ലേ, നമ്മളൊന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കും, അതിൻ്റെ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു സെയിം സിസ്റ്റം തന്നെ. അതായത് നമ്മളിതിങ്ങനെ എന്താ പറയുക, കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് ആ ഒരു ബബിൾസ് കാര്യങ്ങൾ എയറൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് സെറ്റാക്കി ഇടുക എന്നുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനൊന്ന്, നമ്മൾ പണ്ടൊക്കെ മറ്റേ ഇടിമന്ത് ഉപയോഗിച്ചിട്ട് ഇടിമന്ത് മറ്റേ ഇങ്ങനെ ഒരു പലക ഇതുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഇടിച്ചിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ വൈബ്രേറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കോൺക്രീറ്റിനെ ഒന്നിച്ച് ചേർക്കണം. അതായത് അതിൻ്റെ അകത്തുണ്ടാകുന്ന ആ വെള്ളം, എന്താ പറയുക, നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അകത്തുണ്ടാകുന്ന ഹോൾസുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും തരത്തിലുള്ള വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ കോൺക്രീറ്റ് ബലക്ഷയം ഉണ്ടാക്കുമ്പോൾ ഇതിലൊരു 10% ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇതുപോലുള്ള ഹോൾസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം വീക്ക്നെസ്സാണ്. അതായത് കോൺക്രീറ്റ് അത്ര വീക്കാവുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതായത് 10% വായു അറകളുടെ സാന്നിധ്യം കോൺക്രീറ്റിൻ്റെ ബലം പകുതിയായിട്ട് കുറയ്ക്കുന്നതാണ് പറയുന്നത്. കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ടോ കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ കൈകൊണ്ട് ഒക്കെ ചെയ്തിരുന്ന്, ഇപ്പോൾ നമ്മൾ വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഹോൾസുകൾ ഇല്ലാതാക്കാനായിട്ട് പറ്റും. ചെറിയ തരം കോൺക്രീറ്റ് ജോലികൾക്ക് നനഞ്ഞ അവസ്ഥയിൽ യോജിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൈകൊണ്ട് ഇളക്കിയും കുത്തി നിറച്ചും ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ വലിയ ജോലികളിൽ പെട്ടെന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ചെറിയ വർക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, സാധാരണ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈബ്രേറ്ററുകൾ, വലിയ വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വൈബ്രേറ്ററുകൾ ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇനി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്ന 4 തരം വൈബ്രേറ്ററുകൾ. അപ്പോൾ നമുക്ക് 4 തരം വൈബ്രേറ്റേഴ്സിനെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ ഓർ ഇമ്മേഴ്സൺ വൈബ്രേറ്റർ, സർഫസ് വൈബ്രേറ്റർ, അതുപോലെ തന്നെ ഫോം അഥവാ ഷട്ടർ വൈബ്രേറ്റർ, പിന്നെന്താ പറയുന്നത്, വൈബ്രേറ്റിംഗ് ടേബിൾ. ഇങ്ങനെ 4 വൈബ്രേറ്റേഴ്സാണ് പറയുന്നത്. ഇത് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് വലിയ വർക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈബ്രേറ്റേഴ്സ് 4 എണ്ണമാണ് പറയുന്നത്. ഒന്ന് ഇൻറ്റേർണൽ അഥവാ ഇമേഴ്ഷൻ വൈബ്രേറ്റർ. രണ്ടാമത് എന്താണ് പറയുന്നത്, സർഫസ് വൈബ്രേറ്റർ. മൂന്നാമത്തെ എന്താണ് പറയുന്നത്, ഫോം അല്ലെങ്കിൽ ഷട്ടർ വൈബ്രേറ്റർ. നാലാമത്തെ എന്താണ് പറയുന്നത്, വൈബ്രേറ്റിംഗ് ടേബിൾ. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലെന്താണ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇമേഴ്ഷൻ വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പോക്കർ എന്ന സ്റ്റീൽ ട്യൂബ് ഒരു ഇലക്ട്രിക് മോട്ടറുമായിട്ടോ
പെട്രോൾ എഞ്ചിനുമായിട്ടോ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കും. ഒരു സ്റ്റീൽ ട്യൂബ്, അതിൻ്റെ പേര് പറഞ്ഞ പോക്കർ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഈ ട്യൂബ് ഇതിൻ്റെ ഡയമീറ്റർ പറയുന്നുണ്ട് 40 മില്ലിമീറ്റർ മുതൽ 100 മില്ലിമീറ്റർ വരെ ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബാണെന്നാണ് പറയുന്നത്. 100 റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയ്ക്കുള്ള വിടവിനനുസരിച്ചിട്ടാണ് ഡയമീറ്റർ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 40 മുതൽ 100 വരെ ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് നമ്മളിത് തിരഞ്ഞെടുക്കേണ്ടത്. വൈബ്രേറ്റർ ഫ്രീക്വൻസി 3000 RPM മുതൽ 6000 RPM വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മളോട് പറയുന്നത്. RPM എന്ന് പറഞ്ഞാൽ എന്താണ്? റെവല്യൂഷൻ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര റെവല്യൂഷൻസ് വരുന്നുണ്ടെന്നുള്ളതാണ്. എത്രയാണ് വരുന്നത്? 3000 മുതൽ 6000 വരെയാണ് ഒരു മിനിറ്റിൽ അതിൻ്റെ വൈബ്രേറ്റർ ഇത് ചെയ്യണതിൻ്റെ അത് പറയുന്നത്, ഒരു മിനിറ്റിൽ കേട്ടോ. അപ്പോൾ അത്രയും ഇതായിരിക്കും അത് എന്താ പറയുക, അത്രയും അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ വൈബ്രേറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് 2 രീതിയിൽ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാം. ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ഒന്ന് കൈകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈബ്രേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. എന്തിനാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്? എന്താണ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന വായുറകൾ, അതായത് ഹോൾസുകൾ, ബബിൾസുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഈ കോൺക്രീറ്റിൻ്റെ ബലം കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇത്തരത്തിലുള്ള വൈബ്രേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ്. ഇനി ഈ വൈബ്രേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4 തരം വൈബ്രേറ്റേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞാൽ, ഒന്നാമത്തെ പറഞ്ഞതാണ് എന്ത്, ഇൻറ്റേർണൽ ഓർ ഇമേർഷൻ വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നപ്പോൾ നമ്മൾ പറഞ്ഞത്, അതൊരു ട്യൂബാണ് ഉപയോഗിക്കുന്നത്. അതിനെ ആ ട്യൂബിൻ്റെ പേരാണ് പറയുന്നത് പോക്കർ എന്നാണ് പറയുന്നത്. ഒരു സ്റ്റീൽ ട്യൂബ്. ഇത് ഒരു ഇലക്ട്രിക് മോട്ടറുമായിട്ടോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനുമായിട്ടോ ബന്ധിപ്പിച്ചിട്ട് അതിൻ്റെ ഡയമീറ്റർ പറയുന്നുണ്ട് 400 മുതൽ 100 മില്ലിമീറ്റർ. അത് നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മളിപ്പോൾ RCC റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിനനുസരിച്ചിട്ട് വേണം അത് നമ്മളിതിൻ്റെ ഈ ഡയമീറ്റർ തീരുമാനിക്കുക, ഈ ട്യൂബിൻ്റെ ഡയമീറ്റർ നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അത് വെച്ച് നമുക്ക് ഈ നല്ല രീതിയിൽ കോൺക്രീറ്റിനെ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറപ്പുള്ള ഒരു കോൺക്രീറ്റ് നമുക്ക് ലഭിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൽ ഈ വൈബ്രേറ്റേഴ്സിൻ്റെ ഫ്രീക്വൻസി പറയുന്നത് എത്രയാണെന്ന് പറയുന്നത്, ഇപ്പോൾ 3000 മുതൽ 6000 RPM ആണ് അതിൻ്റെ ഫ്രീക്വൻസി നമ്മളോട് പറയുന്നത്. അത്രയും സ്പീഡിലാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ അവർ താഴെ കൊടുത്തിട്ടുണ്ട്, ആ ട്യൂബ് എങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ സൈറ്റിൽ ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. രണ്ടാമത് പറയുന്നതാണ് സർഫസ് വൈബ്രേറ്റർ. എന്താണ് സർഫസ് വൈബ്രേറ്റർ? ഒരു പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ച ഇത്തരം വൈബ്രേറ്ററുകൾ പാലങ്ങളുടെ ഉപരിതലത്തിലും റോഡുകളിലും മറ്റും ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയതാണ്. ജലാംശം കുറഞ്ഞ തരം കോൺക്രീറ്റിന് ഈ വൈബ്രേറ്ററാണ് നല്ലത്. ഇതാണ് സർഫസ് വൈബ്രേറ്റർ എന്നാണ് പറയുന്നത്. സർഫസ് വൈബ്രേറ്ററിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത്? ഇതൊരു പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിട്ടാണ് അങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത്തരം വൈബ്രേറ്ററുകൾ പാലങ്ങളുടെ സർഫസിൽ, റോഡുകളുടെ സർഫസിലൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും പറ്റിയതെന്ന് പറയുന്നത്. പിന്നെ എന്ത് പറയുന്നത്? ജലാംശം കുറഞ്ഞ തരം കോൺക്രീറ്റിനാണ് ഇത്തരത്തിലുള്ള വൈബ്രേറ്ററുകൾ നമ്മൾ കൂടുതലായിട്ട് നല്ലത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ഫോം അഥവാ ഷട്ടർ വൈബ്രേറ്റർ. എന്താണ് ഫോം അഥവാ ഷട്ടർ വൈബ്രേറ്റർ? ഫോം വർക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ തരം വൈബ്രേറ്റർ നേരിയ തരം കോൺക്രീറ്റ് സെക്ഷന് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയതാണ്. ഇതിന് കൂടുതൽ പവർ ആവശ്യമാണ്. ഭാരം കൂടിയ ഈ യന്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. ഫോം അഥവാ ഷട്ടർ വൈബ്രേറ്റർ ഇതിന് വെയിറ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന്. ഫോം വർക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫോം വർക്ക് എന്ന് നമ്മൾ പറയുന്നത്, തിയറിക്കലി നമ്മൾ പറയുന്നത്, നമ്മൾ തട്ടടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോം വർക്ക് എന്ന് പറയുന്നത്. ഷട്ടറിങ് എന്ന് പറയും. ഷട്ടറിങ് അല്ലെങ്കിൽ ഫോം വർക്ക് എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ സൈറ്റിൽ എന്താണ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ തട്ടടിക്കുന്ന, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടടിക്കുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫോം വർക്ക് അല്ലെങ്കിൽ ഷട്ടറിങ് എന്നാണ് നമ്മളതിനെ പറയുക. അപ്പോൾ ഫോം വർക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇത്തരം വൈബ്രേറ്റർ, അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾക്കാണ് നമ്മൾ ഈ വൈബ്രേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നേരിയ തരം കോൺക്രീറ്റ് സെക്ഷന് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. ഇതിൽ കൂടുതൽ
പവർ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇതിന് കൂടുതൽ പവർ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് വൈബ്രേറ്റിംഗ് ടേബിൾ. സ്പ്രിങ്ങിൽ സസ്പെൻഡ് ചെയ്ത സ്റ്റീൽ പ്ലാറ്റ്ഫോമിലാണ് വൈബ്രേറ്റർ ഉറപ്പിച്ചിട്ടുള്ളത്. വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. വൈബ്രേഷൻ വേഗത 3000 മുതൽ 7200 വരെയാണ്. പരുക്കൻ കോൺക്രീറ്റുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് വൈബ്രേറ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊരു സ്പ്രിങ്ങിൽ സസ്പെൻഡ് ചെയ്ത ഒരു സ്റ്റീൽ പ്ലാറ്റ്ഫോമിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഇത് ഉറപ്പിച്ച് വെച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ഏതിലാണെന്ന് പറയുന്നുണ്ട്? കറണ്ടിൽ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി പറയുന്നുണ്ട് 3000 മുതൽ 7200 വരെയാണ് അതിൻ്റെ ഫ്രീക്വൻസി പറയുന്നത്. പിന്നെ പറയുന്നത് പരുക്കൻ കോൺക്രീറ്റുകളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം വെള്ളം ഇതായിട്ടുള്ളതല്ല, പരുക്കൻ കോൺക്രീറ്റുകളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വൈബ്രേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള വൈബ്രേറ്റേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തത് ഇൻറ്റേർണൽ അഥവാ ഇമേർഷൻ വൈബ്രേറ്റർ. രണ്ടാമത് പറയുന്നത് സർഫസ് വൈബ്രേറ്റർ. സർഫസ് വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നമ്മൾ അതിൻ്റെ സർഫസിലാണ് കൂടുതൽ ഇത്, അതായത് റോഡ് പാലങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ സർഫസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോം അഥവാ ഷട്ടർ വൈബ്രേറ്റർ എന്ന് പറയുന്നത് അതും ആ വാക്ക് പോലെ തന്നെയാണ്. അതിൻ്റെ ഫോം വർക്കിനും ഷട്ടറിങ് രണ്ടും ഒരേ ഇതിന് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഫോം വർക്ക് ഓർ ഷട്ടറിങ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മളെന്താണ്, നമുക്ക് പവർ കൂടുതൽ ആവശ്യമാണ്, അതിന് വെയിറ്റും കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നു. പിന്നെ വൈബ്രേറ്റിംഗ് ടേബിൾ, അതൊരു സ്പ്രിങ്ങിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ ഉറപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി 3000 മുതൽ 7200 വരെയാണ്. പരുക്കൻ കോൺക്രീറ്റുകളിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമ്മൾ കൺസോളിഡേഷൻ ഓഫ് കോൺക്രീറ്റിൽ പറയുന്നത്. അപ്പോൾ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം. കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. കാരണം ഇത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തതാണ് കോൺക്രീറ്റ്, ക്യൂറിങ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു, അതിൻ്റെ പ്ലേസിങ് കഴിഞ്ഞു. ഇട്ടതിന് ശേഷം നമ്മൾ വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് വെച്ചു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താ വരുന്നത്? അത് ഒന്ന് ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നനച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ ഓരോ ഇപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ചാപ്റ്റർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അതിൻ്റെ മിക്സിങ്, അതിൻ്റെ അഡ്മിക്സ്ചർ, അത് കഴിഞ്ഞാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ, പിന്നെ അതെങ്ങനെ മിക്സ് ചെയ്യുന്നു, പല ടൈപ്പ് ഓഫ് മിക്സിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് വന്നു, അതായത് ഹാൻഡ് മിക്സിങ്ങും മെഷീൻ മിക്സിങ്ങും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്ലേസിങ് വന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ലാസ്റ്റ് വരുന്നതാണ് കൺസോളിഡേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്? ക്യൂറിങ് അല്ലേ? ലാസ്റ്റ് പ്രോസസ്സാണ്. നമ്മളത് കോൺക്രീറ്റ് മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നനച്ചു കൊടുക്കണം. ക്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനച്ചു കൊടുക്കണം. ക്യൂറിങ് ഓഫ് കോൺക്രീറ്റ്. അതിനെങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. എന്താണെന്ന് നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. കോൺക്രീറ്റിലെ ജലം ബാഷ്പീകരിക്കുന്ന നിരക്ക്, അന്തരീക്ഷ വായുവിൻ്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വേഗത, സെറ്റാവാൻ തുടങ്ങുന്ന കോൺക്രീറ്റിൻ്റെ ടെമ്പറേച്ചർ എന്നിവയെ അനുസരിച്ചിരിക്കും. ബാഷ്പീകരണം മൂലം കോൺക്രീറ്റിന് ആവശ്യമായ ജലം കിട്ടാതെ വന്നേക്കാം. ബാഷ്പീകരണം നിയന്ത്രിക്കാൻ കോൺക്രീറ്റിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുകയാണ് പ്രതിവിധി. കോൺക്രീറ്റ് ഉപരിതലത്തിൽ ചതുരാകൃതിയിൽ മണ്ണുകൊണ്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കി അതിൽ ഏതാണ്ട് 5 മില്ലിമീറ്റർ ജലം നിർത്തി ടെമ്പറേച്ചർ കുറച്ച് നിർത്താം. കുത്തനെയുള്ള കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ നനഞ്ഞ ചാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നനഞ്ഞ ഈർച്ചപ്പൊടി, മരപ്പൊടി, പൂഴി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺക്രീറ്റിനെ മൂടാം. ഇടയ്ക്കിടെ ജലം സ്പ്രേ ചെയ്ത് ഉണങ്ങിയ അവസ്ഥ ഉണ്ടാകുന്നത് ഒഴിവാക്കേണ്ടതാണ്. കോൺക്രീറ്റ് നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഉപരിതലത്തിൽ ബിറ്റുമിൻ, വാക്സ്, ക്ലോറിനേറ്റഡ് റബ്ബർ, സോഡിയം സിലിക്കേറ്റ്, ലിൻസീഡ് ഓയിൽ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ ക്യൂറിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഈർപ്പം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ക്യൂറിങ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? കോൺക്രീറ്റിന് നമ്മൾ അതിൻ്റെ ഒരു മാസമായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നനച്ചു കൊടുക്കണം. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ നനച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഒന്നുകിൽ നമുക്ക് ചുറ്റും മണ്ണൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ചെയ്യണത് അല്ലേ? ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം,
അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ ചാക്കൊക്കെ ഇട്ട് അതിനെ എപ്പോഴും അതിൻ്റെ ആ ഒരു ഈർപ്പം ഉണ്ടാവുന്നൊരവസ്ഥ ഉണ്ടാവണം. ഫുള്ള് ഡ്രൈ ആവുന്നൊരവസ്ഥയിലേക്ക് വരരുത് എന്നുള്ളത്. അതായത് അതൊരു മാസം ആവുന്നത് വരെ, നല്ല രീതിയിൽ അത് ഉറയ്ക്കുന്നത് വരെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ക്യൂറിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്താണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. എന്താണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ കോൺക്രീറ്റിൻ്റെ ബൾക്ക് ഡെൻസിറ്റി 23 kN/m³ ആണ്. എന്നാൽ ബൾക്ക് ഡെൻസിറ്റി 5 മുതൽ 18 kN/m³ വരെയുള്ള കോൺക്രീറ്റിനെ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നു. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് പോർട്ട്ലാൻഡ് സിമെൻറ്റും ലൈറ്റ് വെയ്റ്റ് പാറകളിൽ നിന്ന് ലഭിക്കുന്ന അഗ്രിഗേറ്റും തുരുമ്പ് പിടിക്കാത്ത റീഇൻഫോഴ്സ്മെൻറ്റും ഉപയോഗിച്ചിരിക്കും. വ്യവസായശാലകളിലെ പാഴ്വസ്തുക്കളും അഗ്രിഗേറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റി പറയുന്നതാണ് 23 kN/m³, അതാണ് kN/m³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ബൾക്ക് ഡെൻസിറ്റി 5 മുതൽ 18 kN/m³ വരെയുള്ള കോൺക്രീറ്റിനെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. സാധാരണ വരുന്നത് എത്രയാണ്? 23 ആണ്. പക്ഷെ നമുക്ക് 5 മുതൽ 18 വരെ വരുന്ന അതിൻ്റെ യൂണിറ്റ് 18 വരെ വരുന്ന ഇതാണെന്നെങ്കിൽ നമ്മൾ അതിനെ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. പോർട്ട്ലാൻഡ് സിമെൻറ്റ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് തന്നെയാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്ക് പോലെയുള്ള കല്ലുകളായിരിക്കില്ല നമ്മൾ എടുക്കുന്നത്. വെയിറ്റ് കുറഞ്ഞിട്ടുള്ള പാറകളിൽ നിന്ന് ലഭിക്കുന്ന അഗ്രിഗേറ്റാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കാത്ത കമ്പി, റീഇൻഫോഴ്സ്മെൻറ്റ്. പിന്നെ വ്യവസായശാലകളിലെ പാഴ്വസ്തുക്കളിൽ അഗ്രിഗേറ്റായിട്ട് ഉപയോഗിക്കുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റീഫ്രാക്ടറി ബ്രിക്സ്, അതായത് ബ്രിക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പൊട്ടിയ കഷ്ണങ്ങളുണ്ടാവുമല്ലോ, അതായത് ഉണ്ടാക്കി ചൂടാക്കി കഴിഞ്ഞ് ഡ്രൈ ഒക്കെ എന്തെങ്കിലും നമ്മളതിനെ കയറ്റുകയോ ഇറക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് താഴെ വീണ് പൊട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന, അങ്ങനെ വരുന്ന വേസ്റ്റായിട്ട് വരുന്ന കഷ്ണങ്ങളില്ലേ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അത്തരത്തിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അതിൻ്റെ വെയിറ്റാണ് പറഞ്ഞത്, ഡെൻസിറ്റിയാണ് പറഞ്ഞത്. 23 kN ആണ് സാധാരണ വരുന്നത്. അത് 5 മുതൽ 18 വരെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു? ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് നമ്മൾ പറയുന്നു. അടുത്തതാണ് ഫെറോ സിമെൻറ്റ്. എന്താണ് ഫെറോ സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോർട്ടാറും സ്റ്റീൽ മെഷും ചേർത്ത് നിർമ്മിച്ചതാണ് ഫെറോ സിമെൻറ്റ്. ഇതിൽ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. സ്റ്റീൽ മെഷ് കാരണം വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഫെറോ സിമെൻറ്റ് നിർമ്മാണത്തിന് 0.5 mm മുതൽ 1 mm വരെ വ്യാസമുള്ള വയർ കൊണ്ട് 5 mm മുതൽ 25 mm വരെ ഇടവിട്ട് നിർമ്മിച്ചിട്ടുള്ള ഹെക്സഗണൽ മെഷും 18 മുതൽ 19 വരെ ഗേജുള്ള വയർ കൊണ്ടുള്ള വെൽഡ് ചെയ്ത വയർ മെഷും വികസിപ്പിച്ച സ്റ്റീൽ ഷീറ്റും നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സിമൻറ്റ് മോർട്ടാറിൻ്റെ അനുപാതം 1:1:5 അല്ലെങ്കിൽ 1:2 ആയിരിക്കണം. ഫെറോ സിമൻറ്റ് കട്ടി കുറഞ്ഞതാകയാൽ തൂക്കം കുറവായിരിക്കും. ഇതിലൂടെ വായുവോ ജലമോ കടന്നു പോകില്ല. പ്രധാനമായും ബോട്ട് നിർമ്മാണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ ടാങ്ക്, കനാൽ, ഡാം ഇവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഫെറോ സിമൻറ്റ്, അതായത് ഇതിന് നമ്മൾ കമ്പിയല്ല, സ്റ്റീലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ മെഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് അതിൽ പറയുന്നത്. എന്താണ്? സ്റ്റീൽ മെഷ്, മോർട്ടാറും സ്റ്റീൽ മെഷും ചേർത്ത് നിർമ്മിച്ചതാണ് ഫെറോ സിമൻറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ വളരെ കനം കുറഞ്ഞ വയറ് പോലെയുള്ള കമ്പികൾ. അത് നമ്മൾ എന്താ പറയുക, ഈ ഇപ്പോൾ എവിടെ അതിനൊരു എക്സാമ്പിൾ പറയാം, ഇതിലവർ പറയുന്നുണ്ട് പ്രധാനമായിട്ട് കാണുന്നത് വാട്ടർ ടാങ്ക്, കനാല്, ഡാം, അതുപോലെ ബോട്ട് നിർമ്മാണത്തിനൊക്കെ ആയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളത് ഉപയോഗിക്കുന്ന ഫെറോ സിമൻറ്റ് നിങ്ങൾ വേറെ എവിടെയൊക്കെ ഉപയോഗിക്കും? ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ അലമാരിയുടെ ഇതിന് ഉപയോഗിക്കുമോ? അലമാരി അതിനൊക്കെ അത്ര തന്നെ ഉള്ളൂ. അപ്പം അതിന് നമ്മൾ കമ്പിയല്ല ഉപയോഗിക്കുക, സ്റ്റീൽ മെഷാണ് ഉപയോഗിക്കുന്നത്. മോർട്ടാറും സ്റ്റീൽ മെഷും ഉപയോഗിച്ചിട്ട്
നമ്മൾ അത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഈ നമ്മുടെ ഈ ചുമരുമ്പോൾ നമ്മൾ ഈ ഷെൽഫൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫെറോ സിമൻ്റ് അല്ലേ നിങ്ങൾ യൂസ് ചെയ്യാറ്? ഫെറോസ് വർക്കല്ലേ ചെയ്യാറ്? അതെ അതെ ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അവർ ആ ഒരു രീതിയിൽ സ്റ്റീൽ മെഷ് ഉപയോഗിച്ചിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരുവിധമൊക്കെ അങ്ങനെ ചെയ്യുന്ന വർക്കുകളാണ്. ഇതാണ് ഫെറോ സിമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോൺക്രീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് പഠിക്കാനായിട്ട്. അതായത് കോൺക്രീറ്റിൻ്റേതായിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഓക്കെ.